അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് അങ്ങനെ മക്കളെ ഞാൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടെ ഇന്നത്തെ യാത്ര നീ ആശീർവദിക്കണമേ. വലിയ മഴയും കോളും കാറ്റും വാഹനങ്ങൾ ദൗർലഭ്യതയും പലതരത്തിലുള്ള തിരക്കുകളും, കുഞ്ഞുങ്ങൾ അഡ്മിഷന് വേണ്ടി പോകുന്നവരുണ്ട്, പുതിയ സ്കൂളിലേക്ക് പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്, അവരെ കൊണ്ട് ആക്കുന്ന അമ്മമാരുണ്ട്. അവർക്ക് പനിയും ജലദോഷങ്ങളൊന്നും വരാതെ അവരെ സംരക്ഷിക്കുകയും കുഞ്ഞുങ്ങളെല്ലാം നന്നായി പഠിക്കാനുള്ള ആർത്തിയും ആഗ്രഹവും കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉന്നതമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവരും പലരും നാട് വിട്ടു പോകാൻ ആഗ്രഹിക്കുമ്പോൾ നാട് വിട്ടു പോകേണ്ടാത്തവർക്ക് പോലും കർത്താവേ, തങ്ങൾക്ക് എന്തോ കുറവുണ്ടെന്ന് പറഞ്ഞ് തങ്ങൾക്ക് നടക്കുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ജീവിതം ഇങ്ങനെ മുട്ടി പോലെ നിൽക്കുന്നവരുണ്ട്. ഈശോയെ, ആവശ്യമില്ലാത്ത ടെൻഷൻ, മറ്റുള്ളവരെ ഭാരം കൊടുക്കുന്ന, അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം കർത്താവെ, നിന്നെ സത്യത്തോടെ തേടുന്നവരും അവർ ആത്മീയ ഉപദേശം പോലും കിട്ടാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാരെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈശോയെ, നിൻ്റെ വലിയ ചൈതന്യം മക്കളിലേക്ക് ആവശ്യിക്കണമേ. ഏതെല്ലാം തരത്തിൽ മക്കൾ അധൈര്യരാകുന്നുവോ, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി മക്കൾ അധൈര്യരാകുന്നുവോ, വാക്കുകൊണ്ട് വാപൊളിച്ച് മിണ്ടാനറിയാൻ പാടില്ലാത്തവർ, പറഞ്ഞാൽ തെറ്റിപ്പോകുന്നവർ, പറഞ്ഞാൽ മറ്റുള്ളവർ സ്വരമുണ്ടാക്കി സത്യത്തെ അടിച്ചമർത്തി കളയുന്നവർ, അതുകൊണ്ട് തങ്ങൾ ജീവിതത്തിൽ തോറ്റുപോകുന്നവർ, ഇങ്ങനെ അതുകൊണ്ട് മാർജിനലൈസായി പോയി സൈഡിലായി പോകുന്ന ആൾക്കാർ ഇങ്ങനെ കുടുംബത്തിലും പൊതുസമൂഹങ്ങളിലും ഉണ്ട്. കർത്താവെ, അവർക്കെല്ലാം വേണ്ടി വാദിക്കണമേ. കർത്താവെ, നിൻ്റെ ദൂതനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോരോ കാര്യത്തെ എനിക്ക് പറയാൻ ആരുമില്ല, എനിക്കൊരു ഉപദേശം തരാൻ ആരുമില്ല,
ഞാൻ എന്താണ് പഠിക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടത്, ഞാൻ കേൾക്കണത് ശരിയാണോ, ഞാൻ അവിടെ തന്നെയാണ് പോകേണ്ടത്, അതുകൊണ്ട് ഞാൻ ഗതി പിടിക്കുമോ, ആരോട് ചോദിക്കാൻ, ആര് പറയാൻ എന്നൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നവരെ ഞാനിപ്പോൾ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അവരിറങ്ങി വസിച്ചുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് പോകേണ്ട വഴി, നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുന്ന അരുളി ചെയ്ത കർത്താവിൻ്റെ വാഗ്ദാനം പാലിക്കാൻ വാഗ്ദാനത്തിൻ്റെ പേടകമായ പരിശുദ്ധ ദേവമാതാവ് നിനക്ക് വേണ്ടിയും നിൻ്റെ കുടുംബത്തിന് വേണ്ടിയും നിൻ്റെ ജീവിതത്തിന് വേണ്ടിയും നീ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കട്ടെ. പിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ നമുക്ക് തെറ്റു പറ്റിപ്പോയി എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ, തെറ്റിൻ്റെ കാരണങ്ങൾ ഈശോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. തെറ്റ് വരാനുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ. അതിലൊന്ന് മത്തായിയുടെ സുവിശേഷം 22:29. യേശു മറുപടി പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. എൻ്റെ വിഷയം വിശുദ്ധ ലിഖിതം എന്ന് പറഞ്ഞാൽ, വചനം എന്ന് പറഞ്ഞാൽ ഈശോ അതിൻ്റെ തത്സമമായിട്ട് പറയുന്ന കാര്യം ദൈവത്തിൻ്റെ ശക്തി എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ വചനത്തിനെക്കുറിച്ച് തന്നെയാണ് ഈശോ അതിൻ്റെ വചനം എന്താണെന്ന് പറയണത്. വചനം എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണെന്ന്. അതാണ് നമ്മൾ റോമ 1:16 ഇടയ്ക്ക് വായിക്കാറില്ലേ? സുവിശേഷം ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന, രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. വചനം ശക്തിയാണ്. അപ്പോൾ ഈ വചനം ശക്തിയാകുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, അത് എങ്ങനെയാണ്? ഇപ്പോൾ ചില ആൾക്കാർ വചനം എഴുതുന്നവരുണ്ട് ഇല്ലേ? എൻ്റെ അടുത്ത് ഇന്നാൾ ഒരു സഹോദരി നല്ല കളർഫുള്ളായിട്ട് ഗോൾഡ് കവറിട്ട് എൻ്റെ സൈഡിലെല്ലാം ചുവപ്പ് മഷി ചായം തേച്ച് ഒരു അടിയടി ബൈബിൾ തന്നെ അവർ കണ്ട് 3 വർഷം എന്തോ എടുത്ത് എഴുതിയതാണ് കൈകൊണ്ട്. ബൈബിള് കൈകൊണ്ട് എഴുതുന്ന കുറേ മനുഷ്യരുണ്ട്. അവരതിനോട് കാണിക്കുന്ന റെഫറൻസ് ഭയങ്കരമാണ്. അതിനെടുക്കുന്ന സമയം, അതിനുവേണ്ട ദൈവസ്നേഹം, അതൊരു സാക്ഷ്യമാണ് ശരിക്കും. പക്ഷേ പലതരത്തിൽ നമുക്ക് വചനത്തെ ഗ്ലോറിഫൈ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈശോ പറയുമ്പോൾ, വചനം എന്ന് പറയുമ്പോൾ ഈശോ പറയും അത് ബേസിക്കായിട്ട് വാട്ട് ഇസ് ഇറ്റ്? പവർ ഓഫ് ഗോഡ് എന്ന് പറയും, ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ഈ വചനം എഴുതുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്? അതാ വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് ശക്തി കിട്ടുന്നത്? അതാ വചനം ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശക്തി കിട്ടുന്നത്? അത് നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. ഇപ്പോൾ ഈശോ പറഞ്ഞത്, ഇപ്പോൾ 22:29 മത്തായിയുടെ സുവിശേഷത്തിൽ എന്താ ഈശോ പറയണത്? വിശുദ്ധ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ. അപ്പോൾ വിശുദ്ധ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ വചനത്തിൽ വരണമെല്ലാം ദൈവത്തിൻ്റെ ശക്തിയാണ്. പക്ഷേ വചനം വായിക്കുമ്പോൾ എഴുതുമ്പോഴോ ആ ശക്തി നമ്മളിലേക്ക് ഒരു മെറ്റാബോളിസം നടക്കുന്നുണ്ടോ, ഒരു പചന പ്രക്രിയ നടക്കുന്നുണ്ടോ എന്നുള്ള വേറെ വിഷയമാണ്. കാര്യം നമുക്കറിയാം, ഇപ്പോൾ വിത്ത് ദൈവവചനമാണെന്ന് പറയുന്നില്ലേ, വിത്ത് വചനമാണെന്ന് പറയുന്നില്ലേ? ഇപ്പം നെല്ലിൻ്റെ വചനത്തെക്കുറിച്ച് പറയുമ്പോൾ വിത്ത് വചനമാണ്. വചനത്തെ വിത്തായിട്ടാണ് കർത്താവ് ഒരു ഉപമയിൽ പറയണത്. ലൂക്കാ 11 വിത്ത് ദൈവവചനമാണ്. വിത്ത് ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനത്തെ അവിടെ വിത്ത് എന്നാണ് വിളിക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇപ്പോൾ ഈ നെല്ലിൻ്റെ വിത്ത് അത് എനർജി ആയിട്ട് ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ. അപ്പോൾ അറിയാത്ത കൊണ്ട് ഞങ്ങൾക്ക് തെറ്റ് സംഭവിക്കണമെന്ന് പറഞ്ഞില്ലേ? ഈ വിത്ത് എപ്പോഴാണ് ശക്തിയായിട്ട് മാറണത്? ഇപ്പം നെല്ല് തന്നെ എപ്പോഴാണ് ശക്തിയായിട്ട് മാറണത്? അത് ചോറാകുമ്പോഴാണ്. എങ്ങനെയാണ് അതിനെ വേവിക്കണത്? വചനത്തെ വിത്താകുന്ന വചനത്തെ വേവിക്കണത് എങ്ങനെയാണ്? അത് ദൈവസ്നേഹത്തിൻ്റെ ചൂടിലാണ് ഈ സംഭവം വേകണത്. അതിൻ്റെ വെള്ളമുണ്ട്. ആ വെള്ളം ചിലപ്പോൾ പ്രത്യാശയാകും, അല്ലെങ്കിൽ വിശ്വാസമാകും. ഇപ്പം ഈ വിത്ത് വേവിച്ച് കഴിയുമ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ദൈവിക പുണ്യങ്ങളിലാണ് ഈ വിത്ത് ചോറാകണത്, അങ്ങനെ ഭക്ഷിക്കാൻ പറ്റുന്ന പരുവത്തിലാകണത്. വചനം ഇപ്പം നിങ്ങൾ എഴുതിയാലും നിങ്ങൾക്ക് ദൈവസ്നേഹം ഇല്ല, പ്രത്യാശയില്ല. അതുപോലെ തന്നെ അപ്പം നിങ്ങളൊക്കെ പ്രത്യാശയില്ലാത്ത ഒരു വചനം എഴുതുകയെന്ന്. വചനം ആർക്കും എഴുതാമല്ലോ. പക്ഷേ ഈ വചനത്തിന് അത് എഴുതുമ്പോഴും പറയുമ്പോഴും, ഞങ്ങളെപ്പോലെ പറയുമ്പോഴും, ഈ വചനം എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നെല്ല് ചോറാകണമെങ്കിൽ അത് പുഴുങ്ങണം. അതിനെന്തൊക്കെ വേണം? അതിന് തീ വേണം, വെള്ളം വേണം, കലം വേണം, കുറേ സാധനങ്ങൾ വേണം. അപ്പോൾ ഇത് എല്ലാം ഉപയോഗിച്ച് അത് ചോറാക്കി കഴിയുമ്പോൾ, നമ്മൾ ചോറ് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചോറെന്താണ്?
ചോറ് കഴിക്കുമ്പോൾ അത് അന്നജം അല്ല അന്നജമായി മാറുന്നു. അന്നജമായി മാറ്റുമ്പോൾ ചോറിൻ്റെ അകത്ത് എന്താ ഉള്ളത്? അതിൻ്റെ അകത്ത് സ്റ്റാർച്ചുണ്ട്. ദഹിച്ച് കഴിയുമ്പോൾ എന്താ വരുന്നത്? പചന വ്യവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പചനം ദഹിച്ച് കഴിയുമ്പോൾ അല്ല ചോറ് ദഹിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് സ്റ്റാർച്ച് വരും, ഷുഗർ വരും, എനർജി കണ്ടൻ്റാണ് ഷുഗർ. പിന്നെ 7% പ്രോട്ടീൻ വരും. അപ്പോൾ ഈ പ്രോട്ടീൻ, സ്റ്റാർച്ചും ഗ്ലൂക്കോസും ഒക്കെ പിന്നെ എന്ത് ചെയ്യും? അത് ബ്ലഡിലോട്ട് കലരും. ബ്ലഡിലോട്ട് കലരും. ബ്ലഡ് എന്ത് ചെയ്യും? ബ്ലഡ് ഇത് കോശത്തിന് കൈമാറും. അപ്പോൾ കോശം എന്ത് ചെയ്യും? കോശം ഇതിൻ്റെ അകത്തു നിന്നുള്ള മിനറൽസ് എടുത്തിട്ട് കഴിച്ച് ശക്തി പ്രാപിച്ച് ബലം പ്രാപിച്ച് വരുമ്പോൾ അത് കോശം മൾട്ടിപ്പിളാവും, അത് വിഭജിക്കും. അങ്ങനെ മനുഷ്യർ വളരണത്. അപ്പം അവിടെയാണ് ഈ വിഷയം വരുന്നത്. ഇപ്പം ദൈവവചനത്തെയോ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയണമെന്ന് പറയുമ്പോൾ ഈ വചനം ദഹിച്ചാൽ മാത്രമേ ഇത് പവറായിട്ട് വരത്തുള്ളൂ. അത് ഭയങ്കര സീരിയസാണ്. ഇപ്പം ആ വചനം ദഹിക്കുമ്പോൾ എന്ത് വരും? ദഹിക്കുമ്പോൾ നമ്മൾ ക്യാപ്ചർ ചെയ്തു, പിന്നെ നെല്ലില്ല, വചനമില്ല, ചോറില്ല എന്ന് പറഞ്ഞാൽ അത് ബ്ലഡായി മാറി, ക്യാപ്ചർ ചെയ്തു. ഇപ്പം ഞങ്ങളൊക്കെ പുറത്തൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഇവിടുന്ന് ഒരു സാക്ഷ്യം കൊണ്ടുപോകും, നല്ല സാക്ഷ്യം നോക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ വിദേശ രാജ്യത്ത് പോയി അവിടെ കമ്പ്യൂട്ടറിലായിട്ട് അത് കൊടുക്കുമ്പോൾ ഒരു പെൻഡ്രൈവിലാണ് കൊടുക്കുന്നത്. പെൻഡ്രൈവ് കൊടുക്കുമ്പോൾ ഉടനെ അവരത് ക്യാപ്ചർ ചെയ്തിട്ട് പെൻഡ്രൈവ് നമുക്ക് ഇങ്ങോട്ട് തരും. ആ ക്യാപ്ചറിങ്, ഈ വചനം ക്യാപ്ചർ ചെയ്യണതാണ് എനർജി ആയിട്ട് മാറണത്. ഇത് അപ്പം ഞാൻ ചോദിക്കും, ഇപ്പം നിങ്ങൾ ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു മുറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനിയത്തി അല്ലെങ്കിൽ ചേച്ചി ട്യൂഷന് പോയിരിക്കുകയും അപ്പോൾ അമ്മ പറയും മുറിയൊക്കെ അടിച്ചിട്ട് മക്കളെ, അപ്പം പിന്നെ ആകുമ്പോൾ മുറിയൊക്കെ സന്ധ്യപ്രാർത്ഥന സമയമായെന്നൊക്കെ പറയുമ്പോൾ ഉടനെ അനിയത്തി പോയിട്ട് ഒരു മുറി അടിക്കും. അടിച്ചിട്ട് അവരവിടെ പോകും, അവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അപ്പം വരും പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ ഇത് അടിച്ചില്ലേ ഈ മുറിയൊന്നും? അപ്പോൾ അമ്മ മകളെ നോക്കും, അടിച്ചില്ലേ എന്ന് ചോദിക്കും. ഞാനടിച്ച്, എൻ്റെ മുറി ഞാനടിച്ച്, അത് ചേച്ചിയുടെ മുറിയാണ്, ചേച്ചി വരുമ്പോൾ അടിക്കുമെന്ന്. അതാണ് വിഷയം. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ്, ഈ വചനങ്ങളൊക്കെ അറിയാം, പക്ഷെ ഇത് എനർജി ആയിട്ടില്ല. കാര്യം നമുക്കൊരു സഹനവും ഒരു വർക്ക് ചെയ്യുമ്പോൾ, വർക്ക് തരുമ്പോൾ നമ്മൾ നമ്മുടേത് മാത്രം ചെയ്തിട്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക. പ്രാർത്ഥനയ്ക്ക് ഇരിക്കാന്ന് ഓർക്കണം, തിന്നായിരിക്കുകയല്ല. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ പോലും മനുഷ്യർ, കാര്യം ദഹിക്കാത്ത വചനങ്ങൾ ഭയങ്കരമായി ഇന്നത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. വചനങ്ങൾക്ക് കേൾക്കണതിൻ്റെ ഒരു കുഴപ്പമില്ല, അത് നെല്ലായിട്ട് അങ്ങനെ ഇരിക്കും, ദഹിക്കത്തില്ല ഈ സംഭവം. കർത്താവ് എന്താ പറഞ്ഞത്? അപ്പോൾ ഇത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ ശക്തിയായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. അപ്പം ദൈവശക്തി നമ്മളെ ആയിക്കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ എളുപ്പമാകും. പരിശുദ്ധാത്മാവ് പറയുന്നത്, ഈശോ എന്താ പറഞ്ഞത്? നിന്നോട് 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നവർ 2 മൈൽ പോകണമെന്നല്ലേ മകളെ പറഞ്ഞത്. കാര്യം എന്താ? ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങൾ നിങ്ങളെ ഓർപ്പിച്ച് തരുമെന്നാണ്. അപ്പോൾ വചനം നമ്മൾ കേട്ട് വചനം ദഹിച്ചു ദൈവസ്നേഹമായിട്ട് നിറഞ്ഞ് പവറായി നിൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വർക്കിംഗ് ചെയ്യും. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് ആലോചനയുടെ ഓർമ്മയുടെ ആത്മാവാണ്. ഓർമ്മ പറയും, പരിശുദ്ധാത്മാവ് പറയും, മകളെ ഈശോ എന്താ പറഞ്ഞത്? 1 മൈൽ പോകാൻ നിങ്ങൾ നിർബന്ധിക്കുന്ന കൂടെ 2 മൈൽ പോകണമെന്നല്ലേ പറഞ്ഞത്. അപ്പോഴുടനെ ആ പരിശുദ്ധാത്മാവിന് അവൾക്ക് വ്യാഖ്യാനം കൊടുക്കും. അത് ശരിയാണ്, എന്നോട് 1 മുറി അടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് 2 മുറി അടിക്കണം. അതാണ് വിശുദ്ധ വചനമോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാതെ മനുഷ്യന് തെറ്റ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ കേൾക്കുന്ന ധ്യാനമൊക്കെ ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ 10ഉം 100ഉം ധ്യാനം കൂടി ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരാ പഴയ അവസ്ഥ തന്നെ, പെരുമാറ്റത്തിലും രീതിയിലുമൊക്കെ പഴയ അവസ്ഥ തന്നെ. അവർ തന്നെ നമ്മൾ പറയുമ്പോഴൊക്കെ അത് മനസ്സിലാകണതേ. ഇപ്പം ഞാൻ നിങ്ങൾ എത്ര ധ്യാനം കൂടി എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഇങ്ങോട്ട് പറയും, ഞാനച്ചാ എല്ലാ മാസവും കൂടുകയെ ധ്യാനം, എല്ലാ മാസവും ധ്യാനം കൂടുമെന്ന്. ഓരോ സ്ഥലത്ത് ഒരു വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ എല്ലാ മാസവും ഇവിടെ ധ്യാനമുണ്ട്, എല്ലാ മാസവും വന്ന് കൂടും. പക്ഷേ ഇന്ന് വരെ ഈ പചന വ്യവസ്ഥ നടന്നിട്ടില്ല. വിത്തായിട്ട് തന്നെ ഇരിക്കുന്നു. അത് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രതലമായി മാറുകയും പരിശുദ്ധാത്മാവ് ആലോചനയുടെ വ്യാഖ്യാനങ്ങളിലെയോ പ്രാർത്ഥനാപരങ്ങളിലെയോ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ നയിക്കുകയും ചെയ്യുന്നില്ല എന്നുള്ള ദുരവസ്ഥയാണ്. അപ്പോൾ ഇത് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ നിറയാനും ദൈവവചനവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്ത കർത്താവിൻ്റെ കാലത്തെ ആൾക്കാരെ പോലെ ആവാതെ ഈ വചനത്തിൻ്റെ സമൃദ്ധിയുടെ ഈ വസന്ത മഴയിലെ അത് അവളും ആഹരിക്കുകയും അത് ദഹിച്ച് കർത്താവിൻ്റെ ശക്തിയിൽ ജീവിക്കാൻ
ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് നെസിയ ജോജി. ഞാൻ എറണാകുളം ജില്ലയിലെ കൊങ്ങോർപ്പള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഈ 2024 ജൂൺ 29 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നായിട്ട് തന്നെ 1 മാസം മുഴുവനും ഉടമ്പടിയിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരുങ്ങിയിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. കാരണം ഞാൻ അച്ഛൻ്റെ ധ്യാനത്തിൽ എപ്പോഴും കേൾക്കുമായിരുന്നു, ഇത് കളിക്ക് തമാശയ്ക്ക് എടുക്കാനുള്ള ഒരു കാര്യമല്ല ഉടമ്പടിയെന്ന്. അതുകൊണ്ട് ഞാൻ നല്ലപോലെ ഒരുങ്ങി എല്ലാ കാര്യങ്ങളും എന്നെക്കൊണ്ട് സാധിക്കുമോ എന്ന് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് 2023 നവംബറിലാണ് ഞാൻ ആദ്യമായി IELTS എക്സാം എഴുതുന്നത്. എൻ്റെ വീട്ടിൽ എപ്പോഴും കൃപാസനം പത്രം ഉണ്ടാവും, പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ വായിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ബാഗിൽ എപ്പോഴും കൊണ്ടുപോകും. അന്ന് സ്പീക്കിങ്ങിൻ്റെ എക്സാമിന് ഞാൻ പോവുമായിരുന്നു. എൻ്റെ ബാഗിൽ അന്നേരം ഉണ്ടായിരുന്നു. അപ്പോൾ ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ എന്തോ വായിക്കാൻ തോന്നി, ഞാൻ വായിച്ചു. അപ്പോൾ അതിൽ അച്ഛൻ്റെ ടോക്കാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചത്. കാരണം അതിനകത്ത് അച്ഛൻ എഴുതിച്ചത് കുറേ വട്ടം IELTS പോയിട്ട് എല്ലാവരും എഴുതണ്ട, എന്നിട്ട് എന്താ പാസ്സാവത്തിന്ന് അറിയുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ മൊത്തം കൂടി വായിച്ചപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ, ദൈവത്തിനറിയാം നിങ്ങൾക്ക് IELTS പോയിട്ടും പാസ്സാക്കി തന്നാൽ നിങ്ങൾ പിന്നെ ദൈവത്തിൽ നിന്ന് മാറുന്നു. അപ്പോൾ ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ വെച്ച് മാതാവിന് ഈശോയ്ക്കും വാക്ക് കൊടുത്ത്, ഞാൻ ദൈവത്തിൽ നിന്ന് മാറൂലട്ടാ, ഞാൻ എന്താണെങ്കിലും IELTS പാസ്സായാലും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ദൈവത്തോട് തന്നെ ചേർന്ന് നിൽക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായി എനിക്ക് IELTS എക്സാം ആദ്യത്തെ ഇതിൽ തന്നെ 7 ബാൻഡ് സ്കോറോടുകൂടി ഞാൻ പാസ്സായി. അതിനുശേഷം ഞാൻ BSc കഴിഞ്ഞു. ഞാൻ MSc എടുക്കാൻ വേണ്ടി ജർമ്മനിലേക്ക് പോകാനായിട്ട് ഒരു ഏജൻസിനെ സമീപിച്ചു. എറണാകുളത്ത് തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഏജൻസിയാണ്. അപ്പോൾ അവരെനിക്ക് കുറച്ച് യൂണിവേഴ്സിറ്റീസ് സജസ്റ്റ് ചെയ്തു. പക്ഷേ എനിക്കത് ഇഷ്ടമായില്ല, കാരണം അതിന് കോഴ്സസ് ഒന്നും അത്ര പോരായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് യൂണിവേഴ്സിറ്റീസ് തരാം, ഒരു 3 എണ്ണം തരാം, അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാരണം അവർ തന്നെ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയാൽ അതിൽ പോകണം, എനിക്ക് താല്പര്യമില്ല അത്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ 3 എണ്ണം തരാം, അതിൽ അപ്ലൈ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അന്ന് മുതൽ എനിക്ക് അഡ്മിഷൻ കിട്ടുന്നിടം വരെ അവരെന്നെ കരയിക്കുമായിരുന്നു. എനിക്ക് കിട്ടൂല, 100% കിട്ടൂല, അതൊക്കെ ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റി ആണെന്നാണ് അവർ പറയുന്നത്. ഇത് ശരിയാണ്, അത് ടോപ്പ് റാങ്കിങ് യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ അത് അപ്ലൈ ചെയ്യുമെന്ന് ഞാൻ അവരോട് ചോദിക്കുന്നത്. നമുക്കറിയാം ഏജൻസിയിൽ പൈസ കൊടുത്തെന്നാൽ അവരെല്ലാം ചെയ്യണം, പക്ഷേ എൻ്റെ ഏജൻസി ചെയ്യാമെന്ന് പറയും, എന്നിട്ട് അവർ പറയും നെസിക്ക് കിട്ടൂല എന്ന് പറയും. അങ്ങനെ മെയ് മാസത്തിൽ ഞാൻ ഒരു യൂണിവേഴ്സിറ്റി കൂടെ അവരുടെ അടുത്ത് പറഞ്ഞു, ഇതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ചെയ്യൂല എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ചെയ്തില്ല. എനിക്ക് 100% കിട്ടൂല എന്ന് അവർ സീൽ ചെയ്ത് വെച്ച പോലെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ കുറേ കരഞ്ഞു. അത് രാത്രി 8:30 മെസ്സേജ് തന്നെ. കരഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ 6:30 ഏജൻസി പൂട്ടും, രാത്രി 8:30 വന്നിരിക്കണം. ഇവരെന്തിനു ഈ സമയം എന്നെ കരയിക്കണേന്ന് ഓർത്തിട്ടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ഞാൻ മെയ് 30 മുമ്പായിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ നേർന്നായിരുന്നു. അങ്ങനെ മെയ് 29 ഞാൻ പള്ളിയിൽ പോണ വഴിയൊക്കെ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറയാം, എന്നെ പ്രത്യക്ഷണത്തിന് സാക്ഷിയാക്കണേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ പോവാണ്. പള്ളിയിൽ എത്തിയിട്ട് ഞാൻ മാതാവിൻ്റെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന് മെയ് 29 ട്ടാ എന്ന് പറയലും എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അതിന് ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കും. അതിലെല്ലാവരും പറയും എല്ലാവർക്കും കിട്ടണ്ടെന്ന്, മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം തൈലത്തിൻ്റെ സുഗന്ധമൊക്കെ കിട്ടണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ എനിക്കത് കിട്ടിയാൽ മനസ്സിലാകും ഇല്ലേ, ഇതിൻ്റെ ഡിഫറൻസ് എങ്ങനെ അറിയുമെന്നായിരുന്നു എനിക്ക് എൻ്റെ ഡൗട്ട്. ഇനി മനസ്സിലാകുക കിട്ടിയിട്ടുണ്ടാ, ഞാൻ അറിയാണ്ട് പോയതാണെന്നുള്ളത്. പക്ഷെ ഇന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, മാതാവ് അതും നമുക്ക് മനസ്സിലാക്കി തരും. നമുക്ക് അങ്ങനെ ഒരു സുഗന്ധാഭിഷേകം കിട്ടിയാലും മാതാവ് മനസ്സിലാക്കി തരും എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ജൂൺ ആയപ്പോൾ ഞാൻ ഏജൻസിയോട് ചോദിച്ചു, ഒന്ന് ലിസ്റ്റ് അഴക്കോ, ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റീസ് വെച്ചതിൻ്റെ ആപ്ലിക്കേഷൻ തീരണ ഡേറ്റൊക്കെ വെച്ച് ഒന്ന് ലിസ്റ്റ് അഴക്കോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ അതിലഴിച്ചപ്പോൾ ഒരു 4 യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു, ഞാൻ പറയാത്തൊരു യൂണിവേഴ്സിറ്റിയും കൂടെ. അപ്പോൾ ഞാൻ അതെനിക്ക് ഇഷ്ടമില്ല, യൂണിവേഴ്സിറ്റി കോഴ്സ് പോരായിരുന്നു. അപ്പോൾ ഞാൻ ഈ മാധവനോട് ഭയങ്കര വിഷമിച്ചിട്ട് ഞാൻ അന്ന് മുതൽ ബുക്കിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കായിരുന്നു ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് റിജക്ഷൻ വരണേ എന്നുള്ളത്. പക്ഷേ കറക്റ്റായിട്ട് ജൂൺ 18 എനിക്ക് അവിടെ നിന്ന് ഓഫർ ലെറ്റർ വന്ന്. അപ്പം എനിക്ക് ഡൗട്ടായി, ഇനി ഇതായിരിക്കും. എന്നാൽ പിന്നെ ഈശോയുടെ ഹിതം. ഞാൻ ഇവിടെ വന്ന് ജസ്റ്റ് നന്ദി പറഞ്ഞു. അതിനുശേഷം വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞത് ഞാനങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്ത് നോക്കി, അത് മതി, അതായിരിക്കും ഈശോയുടെ ഹിതം എന്നനുസരിച്ച് അതിനെ അക്സെപ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ടായിട്ട് ഒരു ദിവസം സംസാരിക്കാൻ ഇട വന്നപ്പോൾ അവൾ പറഞ്ഞു അവളൊരു യൂണിവേഴ്സിറ്റി കിട്ടിയിട്ട് എടുത്തില്ല, കാരണം ഇതിൻ്റെ റാങ്കിങ് 3000 വന്നേന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത ആ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് നോക്കണത്. അത് കണ്ടപ്പോൾ 11,791 റാങ്കിങ്. ഞാൻ ഏജൻസിക്ക് പൈസയും കൊടുത്ത് എല്ലാം ചെയ്ത് ഭയങ്കര വിഷമമായി. കാരണം ഇത്രയും ലോ റാങ്കിങ്ങുള്ളൊരു യൂണിവേഴ്സിറ്റിയിലോട്ടാണല്ലോ ഞാൻ പോണേന്ന് ഓർത്തിട്ട്. എന്നിട്ട് ഞാൻ കുഴപ്പമില്ല, ഈശോയുടെ ഇതായിരിക്കും, അത് മതി, ചിലപ്പോൾ ജോലിയിൽ ഉയർച്ച ഉണ്ടാവും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ജൂലൈ 1 അത് കഴിഞ്ഞിട്ട് ഞാൻ ജൂൺ 29 ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഇവിടെ ജൂൺ 29 ഉടമ്പടി എടുത്ത ശേഷം ജൂലൈ 1 എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാങ്കിൽ പോയി. ബാങ്കിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഈ യൂണിവേഴ്സിറ്റി വെച്ചിട്ട് നെക്സ്റ്റ് അപ്ലൈ ചെയ്യാം ലോണിന്, പക്ഷേ ഇനി വേറെ ആ 3 യൂണിവേഴ്സിറ്റി പെൻഡിങ് ഉള്ളത് കിട്ടിയാൽ മാറ്റാൻ പറ്റില്ല, ഈ യൂണിവേഴ്സിറ്റി വെച്ചിട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടെ വിഷമായി. ഞാനും അമ്മയും കൂടെ
ഒരു 6 തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ജൂലൈ 2 പ്രാർത്ഥിക്കുവാണ്ട് ഞാൻ അമ്മയുടെ അടുത്ത് അമ്മ വിളിക്ക്, എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് കേൾക്കാനുള്ള ത്രാണി ഇല്ല, ഇനിയും കിട്ടൂലെന്ന് പറയണേ. അപ്പം അമ്മ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് വെച്ച് പോകണം, വേറെ വരൂല, നെസിയുടെ മെയിൽ നോക്കിയതാണ്, ഇനിയൊന്നും വന്നിട്ടില്ലെന്ന് പറഞ്ഞു. വൈകുന്നേരം 4:30 ഒന്നും കൂടി ഞാൻ വിളിക്കാൻ പറഞ്ഞു അമ്മയെടുത്ത്. എൻ്റെ അമ്മ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വരൂലെന്നല്ലേ പറഞ്ഞത്, ഓൾറെഡി നോക്കിയതാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് വെക്കാൻ പോണ സമയത്ത് അവർ പറഞ്ഞു നെസിക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചോദിച്ചു ആ 3 ഉണ്ടല്ലോ അതാണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അതൊന്നും അല്ല, ഇത് വേറെ ഏതോ, ഞങ്ങൾ അയച്ചു തരാം, നെസി തന്നെ നോക്കുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അയച്ചെന്ന് ഞാൻ നോക്കി, അവരെനിക്ക് അയച്ചു തന്ന ലിസ്റ്റിൽ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് ഉണ്ടായിരുന്നില്ല. ആ ലിസ്റ്റിലൊന്നും ഇല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു എനിക്കിപ്പോൾ കിട്ടിയേക്കണത്. 11,791 റാങ്കിങ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവിടെ കിടന്നു വെച്ചാൽ ഞാൻ പോകുന്ന യൂണിവേഴ്സിറ്റി 1040 റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റിയിലൂടെയാണ് ഇന്ന് ഞാൻ പോകാൻ പോകുന്നത്. എനിക്ക് അഡ്മിഷൻ കിട്ടിയേക്കുന്നത് ഇപ്പോൾ അവിടെയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു, ഞാൻ ഭയങ്കര സന്തോഷമായി. ഞാൻ ഇവിടെ വന്നു നന്ദി പറഞ്ഞു. ഞാനൊന്ന് ഒറ്റയ്ക്കാണ് വരുന്നത്, നമുക്ക് വരാൻ പറ്റിയില്ല. തിരിച്ചു പോകുന്ന വഴി ഞാൻ ഒറ്റയ്ക്കാണ്, ഇവിടെ ഹൈവേൻ്റെ പണി നടക്കുക. അപ്പം അന്നേരം എനിക്ക് കൂട്ടായിട്ട് ഒരു ഫാമിലീനെ കിട്ടി, അവരുടെ കൂടെ ഞാൻ പോകുന്ന വഴിക്ക് തീരദേശ റോഡ് വഴിയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടീനോട് ചേർന്ന് ഓപ്പോസിറ്റ് ഒരു ട്രാവലർ വാൻ വന്നു. അതിൻ്റെ ബാക്ക് ഡോർ അങ്ങോട്ട് തുറന്നു പോയി, ഞങ്ങളുടെ ഗ്ലാസ്സും ഇങ്ങനെ മുട്ടി അങ്ങോട്ട് പോയി. അപ്പോൾ ഓടിച്ചിരുന്ന അങ്കിള് പറഞ്ഞു 4 സെക്കൻഡ് മുന്നേ ആയിരുന്നു നമ്മളെങ്കിൽ അത് നമ്മളെ ഇടിച്ചാനായിട്ടാന്ന് പറഞ്ഞു. അന്ന് ഇവിടെ നിന്ന് പോയൊരു അനുഗ്രഹം കൊണ്ടാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അന്നത്തെ ദിവസം. അത് കഴിഞ്ഞ് എനിക്ക് വിസയ്ക്ക് വെക്കണം, August 13 വിസ ഡേറ്റ്. എനിക്ക് ബാങ്ക് ലോൺ അങ്ങനെ അപ്ലൈ ചെയ്തെങ്കിലും പാസ്സായില്ല. എൻ്റെ അപ്പ ഇവിടെ നാട്ടിലില്ല, പവർ ഓഫ് അറ്റോണിയിൽ SBIയുടെ പേരില്ല എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് ലോൺ തന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി, കാരണം വിസയ്ക്ക് പോകുമ്പോൾ ഈ 11 ലക്ഷം ബ്ലോക്ക് മണിയായിട്ട് കാണിക്കണം. ഇത്രയും മാതാവ് തന്നിട്ട് ഞാനിനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, എന്തെങ്കിലും ഒരു വഴി വരണേന്ന് ഓർത്തിട്ട്. എനിക്ക് 11 ലക്ഷം കൊടുക്കാൻ സാധിച്ചു. അത് സാധിച്ചത് മാതാവ് എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ നെയ്ബേഴ്സ് ഒരു 2 പേര്, അവരിലൂടെ പിന്നെ എൻ്റെ കസിൻസ് കുറച്ച് പേര്, അവരിലൂടെ എനിക്ക് മൊത്തത്തിലൊരു 13 ലക്ഷം രൂപ കിട്ടി. ഏജൻസിക്കുള്ള സർവീസ് ചാർജും കൊടുത്തു, ബാക്കി 11 ലക്ഷം ബ്ലോക്ക് മണിയായിട്ട് ഇട്ടു. അങ്ങനെ വിസയ്ക്ക് വേണ്ടി പോണേണ്. അപ്പം അന്നത്തെ ദിവസമൊക്കെ ഞാൻ ഈ പാസ്പോർട്ടിൽ ഇങ്ങനെ കുരിശ് വരച്ച് തൈലം പെരട്ടി ഞാനിങ്ങനെ ഇതിൽ വിസ വരണേ. അപ്പം തലേ ദിവസം ഞാൻ വിസയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ഞാനിങ്ങനെ പാസ്പോർട്ട് തുറന്ന് ഞാൻ ഈശോനോടും മാതാവിനോട് എപ്പോഴും സംസാരിക്കും ഇങ്ങനെ. അപ്പം ഞാൻ ചോദിക്കും ഇതിൽ ഏത് പേജിലാണെന്നാവും എനിക്ക് വിസ വരെ, നിങ്ങൾ എനിക്ക് ഏത് പേജിലാണ് തരാൻ പോകണമെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് അപ്പം ഞാൻ എൻ്റെ പാസ്പോർട്ട് നമ്പർ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എല്ലാ പേജിലും ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുമല്ലോ പാസ്പോർട്ട് നമ്പർ. അപ്പം ഞാൻ അത് പോയപ്പോൾ എൻ്റെ പാസ്പോർട്ട് നമ്പർ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഈ വിസയ്ക്ക് പോകുമ്പോൾ നമുക്ക് LOM എന്ന് പറഞ്ഞൊരു സംഭവം വെക്കണം, അതിലാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും. ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത LOM ആണ്. അപ്പം അത് ഞാൻ ഏജൻസിക്ക് അയച്ചു കൊടുത്തായിരുന്നു. പക്ഷെ അവരതിൽ എൻ്റെ പാസ്പോർട്ട് നമ്പറും കുറച്ച് റിസർച്ചിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നായിരുന്നു. ഇത് അയച്ചു തരുന്ന സമയം ഞാനിവിടെ കൃപാസനത്തിൽ ഇരിക്കുന്ന സമയത്തായിരുന്നു. എൻ്റെ നെയ്ബറിന് ഉടമ്പടി എടുക്കാൻ ഞാൻ കൂട്ടു വന്നതായിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് എല്ലാം വായിച്ചു നോക്കിയിട്ട് അതിലെ കുഞ്ഞു സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ കണ്ടുപിടിച്ചു, പാസ്പോർട്ട് നമ്പർ വായിച്ചു, എല്ലാം അയച്ചിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തതാ. ഞാൻ August 13 വിസയ്ക്ക് ഞാനും എൻ്റെ അമ്മയും പോകുന്ന സമയത്ത് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നെച്ചു നീ അത്, എൻ്റെ വീട്ടിലെ നെച്ചു എന്നാണ് വിളിക്കണേ. അപ്പം നെച്ചു നീ അതൊന്ന് വായിച്ച് നോക്ക് LOM, അവരിനി വിസയ്ക്ക് വല്ല LOM വല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിരുന്ന് LOM വായിക്കുമ്പോൾ അതിൽ എൻ്റെ പാസ്പോർട്ട് നമ്പർ അല്ല, വേറെ ആരുടെയോ പാസ്പോർട്ട് നമ്പർ. എൻ്റെ പാസ്പോർട്ട് നമ്പർ Y വെച്ചിട്ട് തുടങ്ങണം, അതിൽ N വെച്ചിട്ട് തുടങ്ങുന്ന എന്തോ, പിന്നെ നമ്പറൊക്കെ വേറെ. അപ്പം ഞാനിങ്ങനെ പെട്ടെന്നൊന്ന് സ്റ്റക്കായി, കാരണം എനിക്ക് 1/2 മണിക്കൂറുള്ളിൽ വിസയ്ക്ക് പോകാൻ. ഞാൻ വേഗം ഏജൻസിയിൽ വിളിച്ചു, അവരാരും ഫോൺ എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് അവർ തിരിച്ചു വിളിച്ചു, എന്നിട്ട് അവരുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അവരോട് നെസി വേഗം വാ, നമ്മൾ വേറെ ഫയൽ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു ദൈവാനുഗ്രഹം കൊണ്ടിട്ടാണ് കേട്ടോ നെസിയ ഈ വിസയുടെ ഇത് കണ്ടത്, ഈ പാസ്പോർട്ട് നമ്പർ കണ്ടത്, അല്ലെങ്കിൽ നെസിയൊക്കെ കാരണം പോലും അറിയാണ്ട് റിജക്ഷൻ വരുന്നു. ഓൾറെഡി അവർ എനിക്ക് റിജക്ഷൻ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് ഡിഗ്രിയുടെ മെയിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. 1 വർഷം കഴിഞ്ഞെങ്കിലും മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ കൗൺസിലർ മാറിയോണ്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു കറസ്പോണ്ടൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഉടമ്പടി തൈലവും ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് കറസ്പോണ്ടൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി. പക്ഷെ നമ്മൾ വിസയ്ക്ക് വെക്കുമ്പോൾ മെയിനായിട്ട് ഒറിജിനൽ ഒരു ഡോക്യുമെൻറ്റ് കൊടുക്കാൻ പാടുള്ളൂ, അതെൻ്റെ ഇല്ല, പ്രൊവിഷണൽ മാത്രമുള്ള അതിൻ്റെ വാലിഡിറ്റിയും കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഓൾറെഡി അങ്ങനെ ഒരു റിജക്ഷൻ പറഞ്ഞേക്കണമായിരുന്നു ഏജൻസി, അതിൻ്റെ ഇടയിലാണ് ഈ പാസ്പോർട്ട് നമ്പറും വേറെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു നെസിക്ക് ഇത് റിജക്ഷൻ വരേണ്ടതായിരുന്നു, ഈ പാസ്പോർട്ട് നമ്പർ ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് നെസിയെ കണ്ടത് നന്നായി, അല്ലെങ്കിൽ റിജക്ഷൻ വരേണ്ടതായിരുന്നു. റിജക്ഷൻ വരുമ്പോൾ കാരണമൊന്നും അറിയില്ല, നമ്മ വിചാരിക്കും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് റിജക്റ്റായി, അങ്ങനെ വിചാരിച്ചാനേന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം എനിക്ക് മനസ്സിലായി മാതാവ് ഇത് തന്നെ എന്നെ കൊണ്ടുപോകുന്നത്, കാരണം അല്ലെങ്കിൽ അവസാന നിമിഷമാണ് ആ പാസ്പോർട്ട് നമ്പർ ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ എനിക്ക് റിജക്ഷൻ വരേണ്ടതാ. പക്ഷെ ഇതിൽ ഇന്നിപ്പോൾ റിജക്ഷനും ഇല്ല, ഒന്നുമില്ല, പകരം എൻ്റെ വിസയാണ് ഇതിലിപ്പോൾ ഉള്ളത്. അതെനിക്ക് മാതാവ് തന്നതാ. അപ്പം എനിക്ക് വിസയ്ക്ക് പണ്ടൊക്കെ 1 മാസം എടുക്കും ജർമ്മനിയിലേക്കുള്ളത്. അപ്പം എൻ്റെ വിസയുടെ അവർ ചെന്നപ്പോൾ പറഞ്ഞു 15 ദിവസമൊക്കെ എടുക്കുള്ളൂ, ഇപ്പം അത്ര എടുക്കണുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ മാതാവിന് നേർന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഞാൻ തുറക്കോളൂ, എന്താണെങ്കിലും എൻ്റെ വിസ
ഇവിടെ വന്നിട്ട് തുറക്കുള്ളൂ. എനിക്ക് 25-ാം തീയതി വന്നു, ഓഗസ്റ്റ് 25-ന് എൻ്റെ കയ്യിൽ കിട്ടി, തുറന്നില്ല. ആ പാക്കറ്റ് പോലും ഞാൻ ഓപ്പൺ ചെയ്തില്ല. ഞാൻ ഇവിടെ വന്നു മാതാവിൻ്റെ ഈശ്വരൻ്റെ മുന്നിൽ മുട്ടൂത്തി നിന്നൊരു ജപമാല ചൊല്ലി, ഞാൻ നന്ദി പറഞ്ഞ ജപമാല ചൊല്ലിയത്. എന്നിട്ട് ഞാൻ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഈശോയുടെയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ മാത്രം എനിക്ക് വിസ കിട്ടി. പോകുന്ന വഴി ഞാൻ എൻ്റെ വീട്ടുകാരെയും കസിൻസിനൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ് ചോദിച്ചു, നിനക്ക് ഓൾറെഡി വിസ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്, അത് ഓൾറെഡി അവിടെ നിന്ന് അടിച്ച് വന്ന സാധനമാണ്, പിന്നെ നീ വീട്ടിൽ വെച്ച് തുറന്നാലും ഇവിടെ വന്ന് തുറന്നാലും എന്താ വ്യത്യാസമുള്ളതെന്ന്. കാരണം ഒരു ദിവസം വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നല്ല. ഞാൻ തലേ ദിവസം എൻ്റെ അമ്മയടുത്ത് പറഞ്ഞായിരുന്നു, അമ്മ എനിക്കിതിൽ വിസ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷേ നാളെ ഞാൻ കൃപാസനത്തിൽ വന്ന് തുറക്കുമ്പോൾ ഇതിൽ വിസ ഉണ്ടാവും. അത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യമാണ്. കാരണം എനിക്ക് അവസാന നിമിഷമാണ് മാതാവ് പാസ്പോർട്ട് നമ്പറിൽ ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക്, ചെറുതല്ല വലിയൊരു മിസ്റ്റേക്ക് കാണിച്ചു തന്നത് എനിക്ക്. അതില്ലെങ്കിൽ എനിക്ക് വിസ കിട്ടില്ല. അപ്പം ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തുറന്നാൽ ഇതിൽ വിസ, ഇല്ലാത്ത വിസയും ഇതിൽ വരും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വിസ കിട്ടി. സെപ്റ്റംബർ 23 ഞാൻ ടിക്കറ്റ് എടുത്തേക്കുവാണ്. ഞാനങ്ങനെ പോകുവാണ്. ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ കിട്ടിയ അവസരം പോലും ഞാനിവിടെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ വന്നത്. കാരണം എനിക്ക് ഭയങ്കര പേടിയും ടെൻഷനൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം എനിക്കൊരു കഴിവില്ല ഇങ്ങനെ നിന്ന് പറയാനായിട്ട്. പരിശുദ്ധാത്മാവിനെ തന്നാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഡെയിലി യൂട്യൂബിൽ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും ഒക്കെ കണ്ടിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പം എൻ്റെ വാട്സപ്പിൽ 30 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് എനിക്ക്, അപ്പം ഇൻസ്റ്റാഗ്രാമിൽ എന്തുകൊണ്ട് ഷെയർ ചെയ്തുകൂടാ, അതിലാണെങ്കിൽ 100 പേര് കാണുമല്ലോ, 100 പേര് കൂടുതൽ കാണും. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഒക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ ഉടമ്പടിയിലായിരിക്കും സമയത്ത് മൊത്തം ഞാൻ പ്രാർത്ഥിക്കുന്ന 2 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് നിയോഗങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ 2 കാര്യമാണ്. ഒന്ന്, എല്ലാ ദിവസവും ഞാൻ എല്ലാവരുടെയും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. ഒരു ദിവസം അപ്പോൾ എൻ്റെ സാക്ഷ്യം എനിക്ക് ഷെയർ ചെയ്യണം, എല്ലാവരും അത് കാണണം, കേൾക്കണം. കാരണം എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ്. എനിക്ക് ഈശ്വരൻ അതിന് മനസ്സിലാക്കാൻ പറ്റിയത് ഏറ്റവും വലിയ അനുഗ്രഹം. രണ്ടാമത്തെ കാര്യം എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണ്. വേറെ ഒരു മനുഷ്യരുടെയും കഴിവുകൊണ്ടോ എൻ്റെ കഴിവുകൊണ്ടോ അല്ല. അതാണ് ഈ 2 കാര്യം പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേച്ചത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് അതൊരു അനുഗ്രഹം കിട്ടി. കാരണം ഞാൻ പറഞ്ഞില്ല, ജൂൺ 29 ഉടമ്പടി എടുത്ത് ജൂലൈ 2 അഡ്മിഷൻ കിട്ടി. അന്ന് മുതൽ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് എല്ലാവരോടും പറയതേ എനിക്ക് അഡ്മിഷൻ മാതാവ് തന്നെന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റ് ഞാൻ എല്ലാവരുടെ നിന്ന് സംസാരിക്കും. എല്ലാവരും എന്നെ കേൾക്കും. ഒരാൾ പോലും എന്നെ കേൾക്കാണ്ട് വിട്ടില്ല. ഓട്ടോക്കാർ, ഞാൻ മുടി ചെയ്യാൻ വേണ്ടി കടയിൽ പോയപ്പോൾ അവിടുത്തെ ചേച്ചി, ഫ്രൂട്ട്സ് കടക്കാർ, ATM കൗണ്ടറിലുള്ളവർ, അങ്ങനെ എല്ലായിടത്തും ഞാൻ പോയി മാതാവിനെ പറ്റി പറയുമ്പോൾ എല്ലാവരും കേൾക്കുകയും പത്രം മേടിക്കുകയും എല്ലാം ചെയ്യും. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനമായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം മേടിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഞാൻ കുമ്പസാരം, ഞാൻ ഒരാഴ്ച എത്തി അല്ലെങ്കിൽ മാക്സിമം 2 ആഴ്ച ഞാൻ കുമ്പസാരിക്കും. എനിക്ക് യൂത്തിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ സമാധാനം കണ്ടെത്തിയത് കുമ്പസാരത്തിലൂടെയാണ്. നമ്മെല്ലാവരും ഭാരം വഹിക്കുന്ന മക്കളാണ്, എല്ലാവർക്കും അതെ. പക്ഷെ ആ ഭാരം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും കുമ്പസാരത്തിലൂടെ. കാരണം എൻ്റെ കുമ്പസാരം എന്ന് പറഞ്ഞാൽ എണ്ണി വെച്ച പോലെയല്ല ഞാൻ പറയുന്നത്. ഞാൻ മനസ്സിൽ ചിന്തിക്കുന്ന പാപങ്ങൾ വരെ ഞാൻ കുമ്പസാരത്തിൽ ഏറ്റു പറയും. കാരണം നമ്മുടെ ചിന്ത പോലും പാപമാണ്. മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവേ ഉള്ളൂ, പാപം ചെയ്യുക എന്നുള്ളത്. ബാക്കിയെല്ലാം ദൈവമാണ് തന്നത്. പാപം ചെയ്യാൻ മനുഷ്യന് ഒറ്റയ്ക്ക് പറ്റും. പക്ഷേ ആ പാപം ഏറ്റു പറയാനുള്ള കഴിവ് പോലും നമ്മൾ ദൈവത്തോട് ചോദിക്കണം. എനിക്ക് ദൈവം ആ ഒരു കഴിവ് തന്നപ്പോൾ ഞാൻ ചെയ്യുന്ന ആഴ്ചയിൽ ഞാൻ 1.5 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് കുമ്പസാരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് പാപം വരുമ്പോൾ മനസ്സിന് ഭാരം, എനിക്ക് നടക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും 1.5 മണിക്കൂർ വല്ലാർപാടം പള്ളിയിലാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ കുമ്പസാരം ഉള്ളത്. ഞാൻ അവിടെ വരെ പോകും, ബസ്സിന് ഒരു 1.5 മണിക്കൂർ പോകും. പോയിട്ട് അവിടെ ചെന്ന് കുമ്പസാരിക്കും. നമ്മുടെ ഭാരം മാറും. എല്ലാ മക്കളും കുമ്പസാരിക്കണം. കുമ്പസാരിക്കുമ്പോൾ നല്ല വ്യക്തികളാവും മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഒരു സമാധാനം, ആശ്വാസം, അതെല്ലാം ദൈവം തരും നമുക്ക് കുമ്പസാരത്തിലൂടെ. എല്ലാവരും നിങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. എനിക്ക് കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയണത്. ഇത് യൂട്യൂബിൽ വരണം. എനിക്ക് എല്ലാ മക്കൾക്കും എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അവരെല്ലാവരും എന്നോട് ചോദിച്ചു, എന്തിന് നിനക്ക് വീട്ടിലിരുന്നാലും വിസ കിട്ടിയാനേ? കിട്ടില്ല, അതെനിക്ക് ഉറപ്പിച്ച് പറയാം, എനിക്ക് കിട്ടില്ല വിസ. അതിനവരോട് പറഞ്ഞു കഴിഞ്ഞ് ഈ സാക്ഷ്യം കൂടെ എനിക്കിനി എല്ലാവർക്കും അയച്ചു കൊടുക്കണം. കാരണം ഇതാണ് എൻ്റെ ജീവിതം ഇതാണെന്ന് പറഞ്ഞിട്ടാണ് എനിക്കിത് ഷെയർ ചെയ്യേണ്ടത് എല്ലാവർക്കും, എല്ലാവരുടെ അടുത്തേക്കും. ഞാൻ ഭയങ്കര കരയുന്നൊരു കുട്ടിയായിരുന്നു. കരച്ചിലെന്ന് പറഞ്ഞാൽ എനിക്ക് പീരീഡ്സിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വേദന കൂടാണ്ട് മാസത്തിൽ 15 വട്ടം ഞാൻ കരയും. 15 വട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരു ദിവസം രാവിലെ തുടങ്ങിയ കരച്ചിൽ അവസാനവും നിൽക്കും. അങ്ങനെ ഡിഗ്രി കാലത്ത് ഞാൻ എൻ്റെ പഠനം ഡിസ്കണ്ടിന്യൂ ചെയ്ത് വന്നൊരു കൊച്ചായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടും 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോയി. പിന്നെ എപ്പോഴും കരച്ചില്ല. എന്നെ കണ്ട് എല്ലാവരും ചിരിക്കും. ഇപ്പം എന്നെ കണ്ട് എല്ലാവരും ചിരിക്കും കേട്ടോ. നേരത്തെ ചിരിക്കൂല. മോളെ എന്താ കരയണേന്ന് ചോദിക്കാം. കരയണതായിരിക്കൂല. കരഞ്ഞ് മുഖം അങ്ങനെ ആയിപ്പോയി. കരയുന്നൊരു കൊച്ചിൻ്റെ മുഖമായിപ്പോയി. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കരഞ്ഞിട്ടില്ല.
കരഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പീരീഡ്സ് വരണ സമയത്തൊക്കെ എനിക്ക് വിഷമം എന്തോ തോന്നും, പക്ഷെ കണ്ണീന്ന് കരച്ചിൽ വരില്ല. എൻ്റെ കരച്ചിൽ നിൽക്കാത്തതായിരുന്നു പ്രശ്നം. പക്ഷെ കണ്ണീന്ന് വിഷമം വരും. ഞാൻ വിധുബിയൊക്കെ നോക്കിയിട്ടുണ്ട്, ഇനി കരഞ്ഞു പോകണമെങ്കിൽ പോട്ടേന്ന് ഓർത്ത്. കരച്ചിൽ ഇതുവരെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ കരഞ്ഞിട്ടില്ല. ഇതിനിടയിൽ എൻ്റെ ഒരു ജർമ്മൻ എക്സാമിൻ്റെ ഒരു റിസൾട്ട് വന്നു. ഞാൻ ചുമ്മാ എഴുതിയതാ. എനിക്ക് ഇംഗ്ലീഷ് മതിയായിരുന്നു, ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിരുന്നു, ചുമ്മാ എഴുതിയതാ. അപ്പോൾ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, എന്നെക്കൊണ്ട് ജർമ്മനൊക്കെ പറ്റും, കാരണം എനിക്ക് കോളേജിൽ സെക്കൻഡ് ലാംഗ്വേജ് ജർമ്മനായിരുന്നു. അങ്ങനെ വലിയൊരു കോൺഫിഡൻസോടെ പോയി, പക്ഷേ പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജർമ്മൻ 8 എക്സാം എന്ന് പറയുമ്പോൾ സ്പീക്കിംഗ് മാത്രം സെപ്പറേറ്റ് പാസ്സാണ്, ബാക്കി 3 കൂടെ ഒരുമിച്ച് പാസ്സായാൽ മതി. അപ്പോൾ എല്ലാവരും തോക്കണത് ഈ സ്പീക്കിങ്ങിന് പോയിട്ടാണ്. ഞാൻ പക്ഷേ സ്പീക്കിങ്ങിന് ജയിച്ചു, ബാക്കി 3 കൂടെ കൂട്ടണതിന് തോറ്റു. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഫെയിലിയേഴ്സ് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളായിരുന്നു. അന്ന് ഞാൻ ഈശോയിലും മാതാവിനും നന്ദി പറഞ്ഞ കണക്ക് വേറെ ഒരു ദിവസവും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അതിലൂടെ എളിമ കിട്ടി. എനിക്ക് തോറ്റുപോയി എന്നുള്ളത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും പേരോടൊക്കെ ഞാൻ തോറ്റുപോയ സത്യം പറഞ്ഞാൽ ആരോടും പറയൂല തോറ്റുപോയത്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു, കാരണം എനിക്ക് ഇതിലൂടെ എളിമയാണ് എനിക്ക് കിട്ടിയത്. അതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് ഇപ്പം ഇത്രയും നേരം ഇവിടെ നിന്ന് പറയാനുള്ള കഴിവ് തന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ ചോദിച്ച് വിളിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ 2 ആഴ്ചയായി. കാരണം ഇതിനുള്ള കഴിവ് എനിക്കില്ല ഇവിടെ പറയാൻ. അപ്പം എനിക്ക് ആ പരിശുദ്ധാത്മാവിനെ തന്നതിന്, ഇവിടെ നിന്ന് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചതിനും ഇത്രയും നേരം പറയാൻ എന്നെ അനുവദിച്ചതിനും എല്ലാ കാര്യത്തിനും എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി ഞാൻ പറയുന്നതാണ്. യെശയ്യായുടെ പുസ്തകം 12-ാം അധ്യായം 3 മുതൽ 5 വരെ നാം വായിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്ന് നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികൾ വിളംബരം ചെയ്യുവൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവൻ. കർത്താവിന് സ്തുതി പാടുവൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, നെറ്റ്സിയുടെ സാക്ഷ്യം നാം സാഗൂതം ശ്രവിക്കുകയായിരുന്നു. മകള് സാക്ഷ്യം പറയുന്നതിന് മുമ്പ് നല്ല വിറവലോടെ വന്ന് അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ അടുത്ത് വന്ന് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടവരാണ്. സാക്ഷ്യ കൂടാരത്തിലും ഞാനത് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ മകൾ പറഞ്ഞു തുടങ്ങിയ സാക്ഷ്യത്തിൻ്റെ ആ ശിശു സഹജമായ നൈർമല്യം, അമ്മ മാതാവിലും ഈശോയിലുള്ള പൂർണ്ണമായ ആശ്രയത്വം, ആത്മീയമായ ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും എത്രയോ ഉന്നതമാണെന്ന് നാം ഒന്ന് ഓർക്കുക. മകൾ പറയുന്നുണ്ട്, ആദ്യം തന്നെ ഏജൻസിയോട് പോകുവാൻ വേണ്ടിയുള്ള കോളേജുകളുടെ ലിസ്റ്റ് കൊടുക്കുമ്പോൾ അവർ ആ കോളേജുകളെല്ലാം റിജക്റ്റാകും എന്ന് പറഞ്ഞ് അവളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അവൾ ആഗ്രഹിക്കാത്തൊരു കോളേജിൽ ആദ്യം അവൾക്ക് പ്രവേശനത്തിന് വേണ്ടുന്ന ലെറ്ററും വരുന്നു. എങ്കിലും അവൾ നോക്കുമ്പോഴുണ്ട് അത് 11,000 റാങ്ക്, ഒത്തിരി പുറകിൽ റാങ്കുള്ള ഒരു കോളേജാണ്. അവൾ വീണ്ടും പ്രത്യാശയോടുകൂടി അമ്മ മാതാവിനെ വിടാതെ പിന്തുടർന്ന് പിടിച്ചുകൊണ്ട് വളരെ നിഷ്കളങ്കമായി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് സഹായിക്കണമെന്ന്. അവൾ എഴുതി കൊടുക്കാത്ത കോളേജിൽ നിന്ന് അവൾക്ക് ഇപ്പോൾ പോകുന്ന ഇടത്തേക്ക് ഓഫർ ലെറ്റർ വരുന്നു. അത് 11,000-ൽ നിന്നും 1,000-ലേക്ക് 10,000 റാങ്ക് കുറച്ചു കൊടുത്ത മികച്ച വിദ്യാഭ്യാസത്തിനുള്ള നിലവാരമുള്ള കോളേജിലേക്ക് അവളെ കൈപിടിച്ച് നടത്തുന്നു. ഇത് ചിലർക്ക് തോന്നും ഇതൊക്കെ എന്ത് കാര്യം? ഇതിൽ കാര്യമുണ്ട്. ശരണപ്പെട്ടുള്ള പ്രാർത്ഥന, ദൈവം മാത്രമാണ് എനിക്ക് ആശ്രയം, മറ്റൊരു രക്ഷയും എനിക്കില്ല, യാക്കോബിനെ പോലെ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് ദൈവദൂതനോട് പറയുന്ന ആ വിശ്വാസത്തിൻ്റെ ബലം, അതാണ് മകളുടെ ഉടമ്പടി ജീവിതത്തിൽ നാം കാണുന്നത്. അവൾ ആ ഉടമ്പടി ജീവിതത്തിൻ്റെ ഓരോ കാര്യവും അവസാനിപ്പിക്കുമ്പോൾ അവൾ സൂചിപ്പിക്കുന്നുണ്ട്, എൻ്റെ അനുഗ്രഹം ഈ പഠനത്തിന് വേണ്ടി പോകുന്നതിലല്ല, മറിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തെ കുറേ കൂടി തിളക്കമുള്ളതാക്കുവാൻ, നൈർമല്യമുള്ളതാക്കുവാൻ, വിശുദ്ധമാക്കുവാൻ എനിക്ക് ലഭിച്ച കാഴ്ചപ്പാടുകളാണ്. ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്നു. അത് ഞാൻ എണ്ണിപ്പറഞ്ഞത് എന്തെങ്കിലും അവിടെ പറയുകയല്ല, മറിച്ച് എൻ്റെ തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കറയോ പാടോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന ആഗ്രഹത്തോടു കൂടി ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നുവെന്ന്. ശുദ്ധതയുള്ള പ്രാർത്ഥന എന്നും ദൈവാനുഗ്രഹമായി തീരും. മകൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ദൈവപിതാവിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം.